കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ലോകമെമ്പാടും ചർച്ച ചെയ്തിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റായിട്ടുള്ള ഇമാനുവൽ മാക്രോണിനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മുഖത്ത് തല്ലുന്ന വീഡിയോ ആയിരുന്നു അത്. ഇത് വലിയ രീതിയിലുള്ള അവമതിപ്പ് ഫ്രഞ്ച് പ്രസിഡന്റിന് ഉണ്ടാക്കി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പല മാധ്യമങ്ങളിലും പ്രചരിച്ചതാണ്. എന്തായാലും ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒരു വലിയൊരു എത്തിനോട്ടം ലോകരാജ്യങ്ങളിലെ പല ജനങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടായി. കഴിഞ്ഞ ദിവസം ട്വിറ്ററിലടക്കം ട്രെൻഡിങ് ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ ജീവിതമായിരുന്നു, അല്ലെങ്കിൽ ജീവചരിത്രമായിരുന്നു. എന്താണ് ഫ്രഞ്ച് പ്രസിഡന്റിന് സംഭവിച്ചത്, ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ ഈ ഭാര്യ ആരാണ് എന്നുള്ള ആ ഒരു പൊതുജനങ്ങളുടെ എത്തിനോട്ടത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാനുള്ള ആ ജിജ്ഞാസയിൽ പല ഞെട്ടിക്കുന്ന കാര്യങ്ങളും വെളിപ്പെട്ടു എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. ഈ ഫ്രഞ്ച് പ്രസിഡന്റായിട്ടുള്ള ഇമാനുവൽ മാക്രോണിൻ്റെ ഭാര്യയുടെ പേര് ബ്രിഗറ്റി എന്നാണ്. ബ്രിഗറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അദ്ദേഹത്തെക്കാളും 24 വയസ്സ് വ്യത്യാസമുണ്ട്. അതായത് 24 വയസ്സ് മൂത്തതാണ് ബ്രിഗറ്റി, ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ ഭാര്യ എന്ന് പറയുന്നത്. പോരാത്തതിന് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹത്തിൻ്റെ ടീച്ചറായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇദ്ദേഹത്തിനെ സ്കൂളിൽ ഡ്രാമ പഠിപ്പിച്ചിരുന്ന ഡ്രാമ ടീച്ചറായിരുന്നു ബ്രിഗറ്റി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ സ്കൂളിൽ ഡ്രാമ ടീച്ചറായി ബ്രിഗറ്റി ജോയിൻ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് 15 വയസ്സായിരുന്നു. ഇപ്പോൾ ബ്രിഗറ്റിക്ക് 73 വയസ്സ്. അപ്പോഴേ 24 വയസ്സ് ഇവർ തമ്മിൽ പ്രായ വ്യത്യാസമുണ്ടായിരുന്നു. അങ്ങനെ ബ്രിഗറ്റി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി പ്രണയത്തിലാവുന്നു 15ാമത്തെ വയസ്സിൽ തന്നെ. ആ സമയത്തെ മറ്റൊരു കൗതുകകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ബ്രിഗറ്റിക്ക് 2 കുട്ടികളും ഒരു ഭർത്താവും ഉണ്ടായിരുന്നു. അതിലൊരു കുട്ടി ഈ ഇമാനുവൽ മാക്രോണിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ ബ്രിഗറ്റിയുമായിട്ടുള്ള പ്രേമം മൂത്ത് അവസാനം ബ്രിഗറ്റി സ്വന്തം ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്ത് ഫ്രഞ്ച് പ്രസിഡന്റായിട്ടുള്ള ഇമാനുവൽ മാക്രോണിനെ വിവാഹം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു സാരാംശം എന്ന് പറയുന്നത്. എന്തായാലും ഈ ജീവിതം മുൻനിർത്തിക്കൊണ്ട് ഫ്രഞ്ച് പ്രസിഡന്റിന് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ട്രോളുകളടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ടുഡേ ഷീ ഈസ് 73, അതായത് ബ്രിഗറ്റി ഇപ്പോൾ 73 വയസ്സായിരിക്കുന്നു. ഫ്രാൻസ് ഫസ്റ്റ് ലേഡി, ഫ്രാൻസിൻ്റെ പ്രഥമ പൗരിയാണ് അവരിപ്പോൾ. ആൻഡ് സ്റ്റിൽ നോൺ ടു കീപ് മാക്രോൺ ഗ്രൗണ്ടഡ്. ഇപ്പോഴും മാക്രോണിനെ നിലയ്ക്ക് നിർത്താൻ ബ്രിഗറ്റിക്ക് അറിയാം. അതൊരു പരിഹാസ രൂപേണ പറയുന്നതാണ്. അതായത് ഒരു ടീച്ചറായിരുന്നപ്പോഴും മാക്രോണിനെ നിലയ്ക്ക് നിർത്താൻ അറിയാം, ഇപ്പോൾ ഭാര്യയായപ്പോഴും മാക്രോണിനെ അതേ രീതിയിൽ കണ്ട് നിലയ്ക്ക് നിർത്താൻ അറിയാം എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പരിഹാസം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.